നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നത് കേവലം ഒരു ജ്യോതിഷ പ്രവചനം മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായി നമ്മെ വേട്ടയാടുന്ന വലിയൊരു മാനസിക വിഷമത്തിന് ആശ്വാസം കണ്ടെത്താനാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും. നാം ആത്മാർത്ഥമായി സ്നേഹിച്ചവർ, നമ്മൾ ജീവനേക്കാൾ വിശ്വസിച്ചവർ നമ്മെ ചതിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് കടന്നു പോകുന്ന നിമിഷങ്ങൾ. നാം ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ജീവിതം നരകതുല്യമാക്കണമെന്ന് ആഗ്രഹിച്ച് നമുക്കൊപ്പം നാം അറിയാതെ പല കാര്യങ്ങളും ചെയ്ത ആളുകൾ. ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു അധ്യായം നിങ്ങളുടെ മുന്നിൽ എത്തിയെങ്കിൽ, ഇത് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ തീർച്ചയായും ഇത്തരമൊരു സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഒരു സങ്കടക്കടൽ ഇരമ്പുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ദുഃഖ ദുരിതങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ദാമ്പത്യത്തിലുള്ള പ്രയാസങ്ങളാവാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളാകാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമോ നിങ്ങൾ ഏറ്റവും അടുത്ത റിലേഷനുമായി ബന്ധപ്പെട്ടതോ ആയതാണ്. നിങ്ങളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർക്കണമെന്ന നിഗൂഢ ലക്ഷ്യത്തോടു കൂടി അദൃശ്യകരങ്ങളായി ചില വ്യക്തികൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയുടെ ഭാഗമായും നിങ്ങൾ ഇത്തരത്തിൽ ദുഃഖ ദുരിതങ്ങളിൽ ആഴ്ന്നു പോവാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇത്രയേറെ ദ്രോഹങ്ങൾ ചെയ്ത, നിങ്ങളെ അകാരണമായി ചതിച്ച ആ വ്യക്തിയെക്കുറിച്ചാണ്. നിങ്ങളോട് ചെയ്ത ക്രൂരതകളുടെ ഫലം, അതായത് ഒരു കഠിനമായ കർമ്മഫലം അവർ അനുഭവിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ അവരുടെ യഥാർത്ഥ അവസ്ഥ? നിങ്ങളെ വേദനിപ്പിച്ചവർ വീണ്ടും മറ്റാരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? അവരുടെ മനസ്സിലെ ഉദ്ദേശം എല്ലാം യാഥാർത്ഥ്യമായോ? ഇത്തരത്തിലുള്ള ധാരാളം ചിന്തകൾ നിങ്ങളിലെ ഉണ്ടാവാം. അവർ വീണ്ടും നിങ്ങൾക്കെതിരെ തിരിയുന്നുണ്ടോ? എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കുകയില്ല. അവർ നാശത്തിലേക്ക് തന്നെയാണ് നടന്നു പോയത്. അവരുടെ എല്ലാ ദുഷ്പ്രവൃത്തിയും ഈ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിൽ അവർ നിങ്ങളോട് മാത്രമായിരിക്കാം തെറ്റുകൾ ചെയ്തത്. എന്നാൽ അങ്ങനെയല്ല. അവർ പല വിധത്തിലുള്ള തെറ്റ് ചെറിയ പ്രായം മുതൽ ചെയ്ത് വളർന്നവർ തന്നെയാണ്. പാവിയെ പന പോലെ വളർത്തുമെന്നുള്ളതുപോലെ അവർ അങ്ങനെ വളർന്നു എന്ന് മാത്രം. എന്നാൽ അനുഭവിക്കാൻ ഇനി കിടക്കുന്നതേ ഉള്ളൂ. അതവരുടെ കർമ്മഫലം തന്നെയാണ്, അല്ലാതെ വിധിയെ പഴിച്ചതുകൊണ്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ നരകതുല്യമാക്കാം എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ചിന്ത. ഇവർ ഒളിഞ്ഞും മറിഞ്ഞും നിങ്ങൾക്കെതിരെ ധാരാളം കാര്യങ്ങൾ ചെയ്തു. അന്നെല്ലാം നിങ്ങൾ ആത്മബലം കൊണ്ട് പിടിച്ചു നിന്നു. നിങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കാണുന്നുണ്ട്. എല്ലാ പാപികൾക്കും ഒരു ദിവസമുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാത്ത, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത, സ്വന്തം ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടക്കുന്നതിനും സ്വന്തം ജീവിതം സമാധാനപൂർണ്ണമാക്കുന്നതിനും വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളിലേക്ക് എങ്ങനെയാണ് ഇത്തരം ദുഷ്ടശക്തികൾ എത്തിയതെന്ന് പോലും നിങ്ങൾ ആലോചിക്കാറുണ്ട്. നിങ്ങൾ സമാധാനപൂർണ്ണമായൊരു ജീവിതം നയിക്കേണ്ടവർ തന്നെയാണ്. അതിന് അർഹത നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇത്തരം ആളുകൾ കടന്നു വന്നതോടെയാണ് നിങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, നാം ശരിയായ പാതയിൽ സഞ്ചരിക്കുമ്പോഴാണ്, നാം ശരിയായ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴാണ്, നാം സത്യത്തിനൊപ്പം നിലകൊള്ളുമ്പോഴാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. അത്തരത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഒഴിവാക്കണമെന്ന ചിന്തയോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കണം, നിങ്ങളെ കണ്ണീര് കുടിപ്പിക്കണമെന്ന ഒരു ചിന്താഗതിയോടുകൂടി ഇവർ ചെയ്ത ആഭിചാരവും മറ്റ് നെഗറ്റീവ് ക്രിയകളുമെല്ലാം ഇപ്പോൾ അവർക്ക് തന്നെ മെനയാവുകയാണ്. അതെല്ലാം അവരിലേക്ക് തന്നെ പോവുകയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. നിങ്ങളെ അതിന് വലിയ രീതിയിൽ വേട്ടയാടാൻ സാധിച്ചില്ല. കാരണം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് നിങ്ങളിന്ന് ഈ അധ്യായം കേൾക്കാൻ ഇവിടെ നിൽക്കുന്നത്. അതുമാത്രം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണുനീരും ആരും കാണില്ലെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ ഭഗവാനെ പഴി പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് വലിയ നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങൾ അനുഭവിച്ചതിനൊക്കെയും ഇരട്ടിയായി നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഇതൊരു ജ്യോതിഷ പ്രവചനം മാത്രമല്ല. നിങ്ങൾ ഈ അധ്യായം കേൾക്കാൻ കാരണമായെങ്കിൽ, നിങ്ങളിത് കാണാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഇതൊന്നും യാദൃശികമല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന 90 ദിവസത്തിനകം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമായൊരു വീട്, ഭൂമി, വിവാഹം, ജോലി, വാഹനം, ഇങ്ങനെയുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾ അനുഭവിച്ച പ്രയാസത്തെക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. അത്രയേറെ അനുഭവിച്ചു. നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയ ആളുകളുടെ മുന്നിൽ കൂടെ നിങ്ങൾക്ക് അന്തസ്സായി പോവാൻ സാധിക്കും. നിങ്ങൾക്ക് അവരുടെ മുന്നിൽ വലിയ രീതിയിലുള്ള വളർച്ച തന്നെയാണ് കാണുന്നത്. അത് പ്രപഞ്ചം കാത്തുവെച്ച കാവ്യനീതി തന്നെയാണ്.
നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ സമാധാനപൂർണ്ണമായ ജീവിതവും നിങ്ങളുടെ സന്തോഷവും തന്നെയാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. അതോടൊപ്പം അവരെ ചില അസുഖങ്ങളും ചില വലിയ ദോഷങ്ങളും വലിയ വലിയ അപകടങ്ങളും തേടിയെത്താൻ പോവുകയാണ്. അതവരുടെ കർമ്മഫലമാണ്. അതനുഭവിക്കാതെ അവർക്ക് പോകുവാൻ സാധിക്കില്ല. അവരുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കാലത്തിന് കണക്ക് പുസ്തകമുണ്ട്. അത് കൃത്യമായി നടപ്പാക്കുക തന്നെ ചെയ്യും. അത് ആ വിഡ്ഢികൾക്ക് അറിയില്ലെന്ന് മാത്രം. അവരത് തിരിച്ചറിയുന്നത് ഇനി വേദനയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. നിങ്ങൾ അനുഭവിച്ചതിൻ്റെ 1000 ഇരട്ടി സങ്കടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോവുകയാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്ത എല്ലാ അസ്ത്രങ്ങളും തിരിച്ച് അവരിലേക്ക് തന്നെ എത്തുന്ന നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒരു ശക്തിക്കും രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അവർ എന്നും കൂട്ടുപിടിച്ചത് ദുഷ്ടശക്തികളെയായിരുന്നു. ദുഷ്ടശക്തികളെ എല്ലാ കാലത്തും പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതൊരു ദിവസം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അവർ കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വന്ന് മാപ്പപേക്ഷിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല. എന്നാൽ അവർ മാനസികമായി 1000 തവണ നിങ്ങളോട് മാപ്പ് പറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവരുടെ തകർച്ച കണ്ട് അല്ലായെങ്കിൽ അവരുടെ വേദന കണ്ട് ഒരു കാരണവശാലും സന്തോഷിക്കുവാനോ അല്ലായെങ്കിൽ ഭഗവാനോട് നന്ദി പറയുവാനോ പാടുള്ളതല്ല. കാരണം നാം പറയാറില്ലേ, വിതച്ചതേ കൊയ്യൂ എന്ന്. അവർ വിതച്ചത് തന്നെയാണ് കൊയ്യുന്നത്. അവർ വിതച്ചതല്ലാതെ മറ്റൊന്ന് കൊയ്യുവാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ ചെയ്തതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്കതിൽ പങ്കില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളും ഉയർച്ചകളും സന്തോഷത്തിനും സമാധാനത്തിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക. അതുതന്നെയാണ് നിങ്ങൾ ചെയ്തു വന്നതും. അത് തുടരുക. പ്രാർത്ഥനാപൂർവ്വം തന്നെ മുന്നോട്ട് പോകണം. ഒരു ഗ്ലാസ് ദാഹജലം നൽകാൻ പോലും ആളില്ലാതെ അവർ കഷ്ടതകൾ അനുഭവിക്കും. ഇനി നിങ്ങളുടെ നാളുകളാണ്. നിങ്ങളെ ആരൊക്കെ തന്നെ വേദനിപ്പിച്ചാലും അവരുടെ അവസ്ഥ ഇതുതന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. അവർ നിങ്ങളെ മാത്രമല്ല, അവരുടെ എല്ലാ കാലത്തും അത്തരം സമീപനം തന്നെയാണ് അവർ പാലിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാലം അവർക്ക് ഇങ്ങനൊരു മറുപടി നൽകുന്നത്. ഒരുപക്ഷെ എല്ലാവരും കരുതും ഇതൊരു വൈകിയുള്ള മറുപടിയല്ലേ എന്ന്. എന്നിരുന്നാലും അവർക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ഇതൊന്നും അനുഭവിക്കാതെ കടന്നു പോകുവാൻ സാധിക്കുകയില്ല. അവർ പടുത്തുയർത്തിയ എല്ലാ സാമ്രാജ്യവും തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണ്. അവർ നുണകൊണ്ട് കെട്ടിയ കൊട്ടാരവും എല്ലാം തരിപ്പണമാവും. അവർക്കിനി എവിടെയും നിലനിൽപ്പില്ല. അതവർക്ക് ബോധ്യപ്പെടുന്ന നിമിഷം മുതൽ അവർ പരിഭ്രാന്തരാവുക തന്നെ ചെയ്യും. അവർക്കെന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് പോലും പിടികിട്ടുകയില്ല. നിങ്ങളിനി ഐശ്വര്യപൂർണ്ണമായ ജീവിതവും ഐശ്വര്യപൂർണ്ണമായ ദിനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവർ ഒരു ഭ്രാന്തിയെ പോലെ ഈ ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ ഈ ലോകത്ത് നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് അലയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളിലും ചിന്തകളിൽ പോലും മറ്റൊരാളുടെ നാശമോ കണ്ണുനീരോ ആഗ്രഹിക്കുവാൻ പാടുള്ളതല്ല. അത്തരം പ്രാർത്ഥനകൾക്ക് വിപരീതമായ ഫലം തന്നെയാണ് ഭഗവാൻ നൽകുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി നിങ്ങൾ നശിക്കണമെന്ന് കരുതുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിരിക്കണമെന്നില്ല. ഇത്തരത്തിൽ അദൃശ്യമായി മറിഞ്ഞിരുന്നു കൊണ്ട് ഒളിയമ്പുകളെയുന്ന ധാരാളം ആളുകളുണ്ട്. അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രു. അതൊരുപക്ഷെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലുള്ള നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയായിരിക്കാം. ഒരുപക്ഷെ അവരുടെ കഷ്ടതകളിൽ നിങ്ങൾ തന്നെയായിരിക്കും അവരെ സംരക്ഷിക്കുന്നതും. ഇത്തരം നരകതുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരിറ്റു ദാഹജലം കൊടുക്കുന്നത് പോലും നിങ്ങളായിരിക്കാം. നിങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ നല്ലത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ദോഷങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ദോഷങ്ങളില്ലാതെ നിങ്ങൾ നേരിൻ്റെ പാതയിൽ സഞ്ചരിച്ചതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ നാം നേരത്തെ പരാമർശിച്ച ഐശ്വര്യങ്ങൾ കടന്നു വരാൻ പോകുന്നത്. നിങ്ങളൊരു അധ്യായം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ജപിക്കുന്നത് പോലും ഇത്തരം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടശക്തികൾ അകന്നുപോയി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിന് സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളിത്തരം ദുഷ്ടശക്തികളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം പോലുള്ള അല്ലെങ്കിൽ മറ്റ് ആഭിചാര ക്രിയകളാൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഈ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിങ്ങൾക്ക് തിരികെ നൽകുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലുമെല്ലാം ധാരാളം ഉണ്ടാവും. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുക. ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റാത്ത ഇത്തരം ബുദ്ധിമുട്ടുകളാൽ ജീവിതം വലഞ്ഞ ആളുകൾ, അവരിലേക്ക് ഈ അധ്യായം ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാകുവാനും അവരുടെ ജീവിതത്തിലെ ദോഷങ്ങളിലെല്ലാം അകന്ന് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നേരത്തെ പരാമർശിച്ച 90 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടി ഫലം നൽകാനും ഇത്തരം പൂജാ വഴിപാടുകൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമവും ഭഗവാന് കൂവളമാലയും ജലധാരയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യം നൽകും. നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഇരട്ടി ഫലം നൽകുകയും ചെയ്യും.
ഈ ജൂൺ മാസം കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നാം പറഞ്ഞ പല സൂചനകളും കാണുവാൻ തുടങ്ങും. അപ്രതീക്ഷിത ധനയോഗവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് പോലും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുക മാത്രമല്ല, നിങ്ങളുടെ ശത്രുനാശവും സുനിശ്ചിതമാണ്. അവർ അനുഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ കണ്ണിലോ മുഖത്തോ അതിൻ്റെ ഒരു ഭാവം ഉണ്ടാവരുത്. കാരണം മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ച ആരും തന്നെ ഇന്ന് ജീവിതത്തിൽ ഉയർച്ചകൾ അല്ലെങ്കിൽ ജീവിത വിജയം കൈവരിച്ചിട്ടില്ല. താൽക്കാലികമായ എന്തെങ്കിലും വിജയമല്ലാതെ ഒരു ഉറച്ച വിജയം അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾക്കായി മാത്രം പ്രയത്നിക്കുക. ജീവിത വിജയം കണ്ടെത്തുന്നതിനായി കഠിനാധ്വാനം ചെയ്യുക. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ തീർച്ചയായും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വളരെ പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര ചൈതന്യം നിലനിർത്തുക എന്നത് തന്നെയാണ്. ആ ഈശ്വര ചൈതന്യം കൊണ്ട് തന്നെയാണ് വലിയ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറി നിങ്ങൾ ഇതുവരെ ജീവിച്ച് വന്നത്. അതുകൊണ്ട് ആ ചൈതന്യം നിങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 3 മാസം, നാം പറഞ്ഞ 3 മാസത്തിനകം വരുന്ന വലിയ സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. അവിടെ ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. നിങ്ങൾ ഈ ഒരു അധ്യായം കേൾക്കുന്നത് യാദൃശികമല്ല. നിങ്ങളുടെ ജീവിതമായി ഇതിന് വളരെ ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഈ ഒരു സന്ദേശം നിങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഗൗരവമായി പരിശോധിക്കുക. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നതെല്ലാം സ്വീകരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നാം പരാമർശിച്ച പോലുള്ള വഴിപാടുകളും എല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ചൈതന്യം നിലനിർത്തുക. വരാൻ പോകുന്ന 90 ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂലമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് വളരെ ശുഭകരമായ ദിനങ്ങൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നതെന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കുക. അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ആ പ്രവർത്തനം പ്രതിഫലിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കുന്ന പണവും പദവിയും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ഈശ്വര ചൈതന്യത്തിൻ്റെയും ഫലം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും അകന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും നിലനിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.